എൻ്റെ ഒരു വസീം. ഇതൊരു പുസ്തകമാണ്, സലീം മൗലവിയുടെ പുസ്തകമാണ്. ഖുർആൻ, സാമ്പത്തിക ശാസ്ത്രം, ഇബാദത്ത്, തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ. ഇതിൽ ആയിഷയുടെ പ്രായത്തിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ വിഷയം മുഴുവൻ വായിക്കുക എന്നുള്ളതല്ല, ചില തഫ്സീറുകളിൽ പറയുന്ന കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ സലീം മൗലവി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ 6 വയസ്സിലല്ല 15-ാം വയസ്സിലാണ് എന്ന് തെളിവുകൾ സ്ഥാപിക്കുന്നുണ്ട്. നമുക്കത് പിന്നീട് വായിക്കാം. നമുക്ക് ഇന്ന് വായിക്കുന്നത് നമ്മുടെ തഫ്സീറുകൾ വന്ന കാര്യമാണ്. നമുക്കത് നോക്കാം. ആദ്യം നമുക്കതിൻ്റെ ഹദീസിലൂടെ പോവാം. ആയിഷ തന്നെ പറയുന്നതായ കഥ. എന്നെ റസൂൽ വിവാഹം കഴിക്കുമ്പോൾ എനിക്ക് 6 വയസ്സായിരുന്നു. 9 വയസ്സുള്ളപ്പോൾ വീട്ടിൽ കൂടി. അൻസാരി സ്ത്രീകൾ എന്നെ ആദ്യ രാത്രി കൊല്ലുമ്പോൾ പനി പിടിച്ച് മുടിക്കൊഴിഞ്ഞ് ആരോഗ്യം ക്ഷയിച്ച അവസ്ഥയിൽ ആയിരുന്നു. ഹദീസുകളിൽ വന്നതിൻ്റെ രസം ചുരുക്കമാണിത്. ആയിഷയ്ക്ക് 18 വയസ്സുള്ളപ്പോൾ നബി നിര്യാതനായെന്നും ശേഷിച്ച കാലം അവർ വിധവയായി കഴിച്ചുകൂടിയെന്നും കഥയുടെ ബാക്കി. ഈ കഥ യാഥാർത്ഥ്യമാണെന്ന് ധരിക്കാൻ പല കാരണങ്ങളുമുണ്ട്. അറേബ്യയിൽ അന്ന് ശൈശവ വിവാഹം വിപുലമായി നടന്നിരുന്നു. ഇണകൾ തമ്മിലുള്ള പ്രായവ്യത്യാസം ആർക്കും പ്രശ്നമായിരുന്നില്ല. മറ്റ് സുഹൃത്തുക്കൾ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ വിവാഹബന്ധത്തിൽ ഏർപ്പെടുക സാധാരണമായിരുന്നു. ശൈശവ വിവാഹം ഇസ്ലാം അംഗീകരിക്കുന്നു എന്നുള്ള ഏക തെളിവായിട്ടാണ് ഈ വിവാഹം ഉദ്ധരിക്കാറുള്ളത്. എന്നാൽ വിവാഹത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലും സുന്നത്തിലും വന്ന ശിക്ഷണങ്ങളെ ഇത് യോജിക്കുകയില്ല. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായത്തിൽ പറയുന്നു, വിവാഹപ്രായമാകും വരെ അനാഥകളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുക. അവർ കാര്യപ്രാപ്തി കൈവരിച്ചതായി കണ്ടാൽ അവരുടെ സ്വത്തുകൾ അവരെ ഏൽപ്പിക്കുക. സൂറ നിസാ 6-ാമത്തെ ആയത്ത്. വിവാഹത്തിന് നിയമപ്രകാരമുള്ള പ്രായമുണ്ടെന്ന അടിസ്ഥാനത്തിലാണ് ഈ വാക്യത്തിൽ അനാഥകളുടെ സ്വത്ത് തിരിച്ചേൽപ്പിക്കാനുള്ള സമയം നിർണയിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ പ്രായപരിധി വിശദീകരിച്ചത് ഇങ്ങനെയാണ്: പ്രായപൂർത്തിയായതിന് ശാരീരിക ലക്ഷണങ്ങൾ പ്രകടമാവുകയോ അഥവാ 15 വയസ്സ് പൂർത്തിയാകുകയോ ചെയ്യുമ്പോഴാണ് വിവാഹപ്രായമാകുന്നത്. ഭൂരിപക്ഷം ഇങ്ങനെ പറയുമ്പോൾ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത് ഇങ്ങനെയാണ്: ആൺകുട്ടികൾക്ക് 18 വയസ്സും പെൺകുട്ടികൾക്ക് 17 വയസ്സുമാണ് വിവാഹപ്രായം. പരിശുദ്ധ ഖുർആന്റെ ശിക്ഷണം ശൈശവ വിവാഹത്തെ അനുകൂലിക്കുന്നതല്ല എന്ന് ഇതിന് വ്യക്തമാണല്ലോ. ഇനി നബിവചര്യയിൽ ഇച്ച വിഷയമായി എന്ത് നിർദ്ദേശമാണുള്ളതെന്ന് നോക്കാം. അക്കാലത്ത് അറബിയയിൽ സ്ത്രീകൾക്ക് വിവാഹകാര്യത്തിൽ അഭിപ്രായം പറയാൻ അവസരമുണ്ടായിരുന്നില്ല. രക്ഷിതാക്കൾ പറയുന്നത് അനുസരിക്കാനേ വിവാഹമുണ്ടായിരുന്നുള്ളൂ. സ്ത്രീകൾ അവകാശങ്ങൾ ഉണ്ടെന്ന വസ്തുത ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിനു ശേഷമാണ് അറേബ്യ അറിയുന്നത്. സ്ത്രീകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ് ജീവിത പങ്കാളിയെ തീരുമാനിക്കുന്നത്. തനിക്കിഷ്ടമില്ലാത്ത ആരുടെയെങ്കിലും കൂടെ ജീവിതകാലം മുഴുവൻ കഴിച്ചുകൂട്ടാൻ അവളെ നിർബന്ധിക്കാൻ ആർക്കും അവകാശമില്ല. ഇതാണ് നബി സല്ലല്ലാഹു പഠിപ്പിച്ചത്. തൻ്റെ ജീവിത പങ്കാളിയെ ഇഷ്ടപ്പെട്ട് സ്വീകരിക്കാനും ഇഷ്ടമല്ലെങ്കിൽ തിരസ്കരിക്കാനും ഇസ്ലാം സ്ത്രീകൾക്ക് അവകാശം നൽകി. ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. ആയിഷ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ നബിയോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ ദൂതരെ, വിവാഹകാര്യത്തിൽ സ്ത്രീകളുടെ അനുവാദം ചോദിക്കേണ്ടതുണ്ടോ? ഉവ്വ് എന്ന് നബി. ഞാൻ പറഞ്ഞു, കന്യകയോട് സമ്മതം ചോദിച്ചാൽ അവൾ നാണിച്ച് മിണ്ടാതിരിക്കും. അപ്പോൾ അവൾ പ്രസ്താവിച്ചു, അവളുടെ മൗനം അവളുടെ സമ്മതമാണ്. എന്നാൽ വിവാഹമോചിതയോ വിധവയോ ആണെങ്കിൽ സമ്മതം തെളിച്ച് പറയണം. വിവാഹകാര്യം അവളുമായി കൂടി ആലോചിക്കണം എന്ന നബിയുടെ പ്രയോഗം. വിവാഹത്തെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം പറയണമെങ്കിൽ പ്രായപൂർത്തിയാവണം. ശിശുക്കൾ ഭർത്താവിന് ഗുണദോഷങ്ങൾ അറിയില്ല. അവർ സമ്മതിച്ചാൽ ഇല്ലെങ്കിൽ അതേ പോലെയാണല്ലോ. അതിനാൽ ഖുർആൻ പഠിപ്പിച്ച വിവാഹപ്രായവും നബി പഠിപ്പിച്ച സമ്മതം ആവശ്യപ്പെട്ടതും ഒരേ ആശയം തന്നെ. ഇസ്ലാമിൽ വിവാഹത്തിൻ്റെ അനിവാര്യ ഘടകം ആണിത്. നമ്മളിവിടെ നിർത്താം, പിന്നെ വായിക്കാം. ഇവിടെ കാണിക്കാൻ ശ്രമിച്ചത് എന്താ ഇതാണ് നമ്മുടെ തഫ്സീറുകളുടെ വിശദീകരണമാണ്. സലീം മൗലവി ഇതിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ ആയിഷ റളിയല്ലാഹുവിന് 15 വയസ്സായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് പിന്നീട് മുഴുവൻ വായിക്കാം. കാണിച്ചു തരുന്നത് വസ്തുതകൾ വിശദമായി പഠിച്ചാൽ നാം എത്തിച്ചേരുന്ന നിഗമനം ആയിഷ റളിയല്ലാഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 15 വയസ്സായപ്പോഴാണ്. 18-ാം വയസ്സിൽ പൂർത്തിയായ ശേഷമാണ് അവരുമായി നബി ദാമ്പത്യത്തിൽ ഏർപ്പെട്ടത് എന്നുള്ളതാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കാര്യം. അതാണ് അതിന് അദ്ദേഹം കുറേ ഡേറ്റ്സും ഇതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പിന്നീട് വായിക്കാം. 10 നിർത്തണം. അസ്സലാമു അലൈക്കും.